ഇൻസ്റ്റലേഷൻ പ്രൊസീജിയറും ഡാഷ്ബോർഡ് വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് തലത്തിൽ നടത്തുന്ന വിവിധ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ യഥാസമയം ശേഖരിക്കുന്നതിനും അവ ക്രോഡീകരിച്ച് പുനരുപയോഗിക്കുന്നതിനും സഹായകമായ രീതിയിലാണ് മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ വഴി ഓരോ HWCയുടെയും പരിധിയിൽ വരുന്ന പ്രദേശങ്ങളെ ആശാ ബ്ലോക്കുകളായി തിരിക്കുകയും മുൻപ് നടത്തിയ സർവേ പ്രകാരമുള്ള വീടുകളെ അതാത് പ്രദേശത്തെ ആശാ ബ്ലോക്കിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തിരുന്നു. മുൻ സർവേയിൽ ഉൾപ്പെട്ട വ്യക്തികളുടെയും വീടുകളുടെയും വിവരങ്ങളുടെ അപ്ഡേഷൻ, പുതുതായി ചേർക്കേണ്ട വ്യക്തികളുടെയും വീടുകളുടെയും സർവേ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആപ്ലിക്കേഷനിലെ സർവേ മൊഡ്യൂൾ വഴി ചെയ്യാനാകും. സർവേ വഴി അതാത് സ്ഥാപന തലത്തിൽ ഒരു ഫാമിലി ഹെൽത്ത് രജിസ്ട്രി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഫാമിലി ഹെൽത്ത് രജിസ്ട്രിയെ അടിസ്ഥാനമാക്കിയാണ് വ്യക്തികൾക്കും വീടുകൾക്കും നൽകുന്ന വിവിധ ആരോഗ്യ സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഇവ ഫീൽഡ് തലത്തിൽ നിന്നു തന്നെ യഥാസമയം രേഖപ്പെടുത്തുന്നതിനുള്ള സൗകര്യം ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ആപ്ലിക്കേഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് ക്യാമറ, GPS പോലുള്ള പെർമിഷനുകൾ ഇൻസ്റ്റലേഷൻ സമയത്ത് അലോ ചെയ്ത് നൽകേണ്ടതാണ്. JHI, JPHN, MLSP മുതലായവർക്കാണ് ആപ്ലിക്കേഷനിൽ ലോഗിൻ സൗകര്യം നൽകിയിട്ടുള്ളത്. യൂസർ നെയിമും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. ലോഗിനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സാഹചര്യത്തിൽ PH അഡ്മിനെ ബന്ധപ്പെടേണ്ടതാണ്. ആപ്ലിക്കേഷനിൽ ആദ്യമായി ലോഗിൻ ചെയ്യുന്ന വ്യക്തിയുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് 4 അക്ക OTP അയക്കപ്പെടുന്നു. ലഭിച്ച OTP എൻ്റർ ചെയ്തു നൽകി കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. OTP കാലഹരണപ്പെട്ടാലോ അല്ലെങ്കിൽ ഉപയോക്താവിന് അത് ലഭിച്ചില്ലെങ്കിലോ റീസെന്റ് OTP എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. OTP വീണ്ടും ലഭിക്കുന്നതിനുള്ള സമയപരിധി നിലവിൽ 60 സെക്കൻഡായി ക്രമീകരിച്ചിരിക്കുന്നു. തുടർന്ന് പാസ്വേഡ് റീസെറ്റ് ചെയ്യുവാനുള്ള സ്ക്രീൻ ദൃശ്യമാകുന്നതാണ്. ന്യൂ പാസ്വേഡ് എന്ന ഫീൽഡിൽ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്തു നൽകുക. പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ താഴെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. കൺഫേം പാസ്വേഡ് എന്ന ഫീൽഡിൽ പുതിയ പാസ്വേഡ് ഒന്നുകൂടി എൻ്റർ ചെയ്തു നൽകി കൺഫേം പാസ്വേഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ പാസ്വേഡ് സേവ് ചെയ്യുക. തുടർന്ന് യൂസർ നെയിമും പുതിയ പാസ്വേഡും നൽകി ഒന്നുകൂടി സൈൻ ഇൻ ചെയ്യുക. പാസ്വേഡ് മറന്നുപോയ സാഹചര്യത്തിൽ ഫൊർഗോട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷനിൽ ഒരു ദിവസത്തെ ആദ്യ ലോഗിൻ സമയത്ത് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഇതിന് നെറ്റ്വർക്ക് കണക്ഷൻ ആവശ്യമാണ്. ആ ദിവസത്തെ പിന്നീടുള്ള ലോഗിനുകൾ ഓഫ്ലൈനായി ചെയ്യാവുന്നതാണ്. ഇതിനായി MPIN ഉപയോഗിക്കുക. MPIN ക്രിയേറ്റ് ചെയ്യുന്നതിന് ക്രിയേറ്റ് MPIN എന്ന സ്ക്രീനിൽ 4 അക്ക MPIN എൻ്റർ ചെയ്തു നൽകുക. അതേ MPIN പ്ലീസ് കൺഫേം MPIN എന്ന ഫീൽഡിൽ വീണ്ടും എൻ്റർ ചെയ്തു നൽകി കൺഫേം ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. MPIN ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന പോപ്പപ്പ് മെസ്സേജ് ദൃശ്യമാകുന്നു. ആപ്ലിക്കേഷനിലേക്ക് പ്രവേശിക്കുന്നതിനായി പ്ലീസ് എൻ്റർ MPIN ടു കണ്ടിന്യൂ എന്നതിനു താഴെ MPIN ശരിയായി എൻ്റർ ചെയ്തു നൽകി കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള പേജിൽ സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഫീൽഡിൽ നിന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തു നൽകുക. ഓഫ്ലൈൻ, ഓൺലൈൻ എന്നുള്ള റേഡിയോ ബട്ടണുകൾ അതിന് താഴെയായി കാണാൻ സാധിക്കുന്നു. അതിൽ ഓഫ്ലൈൻ ആയിരിക്കും സെലക്റ്റഡായി കാണപ്പെടുന്നത്. സർവേ, IHIP തുടങ്ങിയ മൊഡ്യൂളുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഓഫ്ലൈൻ മോഡിലാണ്. NCD പോലുള്ള സർവീസ് മൊഡ്യൂളുകൾ ഓൺലൈൻ എന്ന ഓപ്ഷനിൽ ലഭ്യമാണ്. സർവേ ചെയ്യുന്നതിനായി ഓഫ്ലൈൻ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക. ശേഷം സെലക്ട് ആശാ ബ്ലോക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസർക്ക് അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആശാ ബ്ലോക്കുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിൽ നിന്നും സർവേ ചെയ്യേണ്ടുന്ന ആശാ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡാഷ്ബോർഡ് ദൃശ്യമാകുന്നു. പേജിന്റെ മുകൾ ഭാഗത്തുള്ള ഡ്രോയർ ഓപ്ഷൻ, ആശാ ബ്ലോക്ക് നെയിം, നോട്ടിഫിക്കേഷൻ ഐക്കൺ, ലോഗോട്ട് ഐക്കൺ എന്നിവ കാണാൻ സാധിക്കുന്നതാണ്. ഡ്രോയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്ത വ്യക്തിയുടെ പേര്, ഡെസിഗ്നേഷൻ തുടങ്ങിയ വിവരങ്ങൾ മുകൾ ഭാഗത്ത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ സിങ്ക് മാസ്റ്റർ, സിങ്ക് ഡേറ്റ, ആശാ ബ്ലോക്ക് സ്വിച്ച്, ചേഞ്ച് പാസ്വേഡ്, ചേഞ്ച് MPIN തുടങ്ങിയ ഓപ്ഷനുകൾ ലഭ്യമാണ്. മാസ്റ്റർ ഡേറ്റയിലെ അപ്ഡേറ്റുകൾ ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നതിനായി സിങ്ക് മാസ്റ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വോണ്ട് ടു സിങ്ക് ഡേറ്റ എന്ന ചോദ്യം ദൃശ്യമാകുന്നു. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തി യെസ് നൽകി സിങ്ക് ചെയ്യുക. സക്സസ്, ഓൾ ഡേറ്റ ആർ സിങ്ക്ഡ് എന്ന മെസ്സേജ് ദൃശ്യമാകുന്നു. മൊബൈൽ ആപ്ലിക്കേഷനിൽ ക്യാപ്ചർ ചെയ്ത ഡേറ്റ സെൻട്രൽ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനും മാറ്റങ്ങൾ വന്നിട്ടുള്ള ഡേറ്റ സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിനും സിങ്ക് ഡേറ്റ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വോണ്ട് ടു സിങ്ക് ഡേറ്റ എന്ന ചോദ്യം ദൃശ്യമാകുന്നു. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തി യെസ് നൽകി സിങ്ക് ചെയ്യുക. സക്സസ്, ഓൾ ഡേറ്റ ആർ സിങ്ക്ഡ് എന്ന മെസ്സേജ് ദൃശ്യമാകുന്നു. നിലവിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആശാ ബ്ലോക്ക് മാറ്റി മറ്റൊരു ആശാ ബ്ലോക്ക് സെലക്ട് ചെയ്യുന്നതിനായി ആശാ ബ്ലോക്ക് സ്വിച്ച് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വോണ്ട് ടു ചേഞ്ച് ആശാ ബ്ലോക്ക് എന്ന ചോദ്യം ദൃശ്യമാകുന്നു. യെസ് നൽകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് നൽകുവാനുള്ള പേജ് ദൃശ്യമാകുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ആവശ്യമായ ആശാ ബ്ലോക്ക് ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക. പാസ്വേഡ് മാറ്റുന്നതിനായി ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. കറന്റ് പാസ്വേഡ് എന്ന ഫീൽഡിൽ നിലവിലെ പാസ്വേഡ് എൻ്റർ ചെയ്തു നൽകുക. ന്യൂ പാസ്വേഡ് എന്ന ഫീൽഡിൽ പാസ്വേഡ് പോളിസി പാലിച്ചുകൊണ്ട് പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്തു നൽകുക.
ശേഷം ചേഞ്ച് പാസ്വേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ പാസ്വേഡ് മാറ്റാൻ സാധിക്കുന്നതാണ്. നിലവിലെ എംപിൻ മാറ്റി പുതിയ എംപിൻ സെറ്റ് ചെയ്യുന്നതിനായി ചേഞ്ച് എംപിൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. മുൻപ് ഉപയോഗിച്ച എംപിൻ എൻ്റർ ചെയ്ത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ എംപിൻ എന്ന ഫീൽഡിൽ പുതിയ എംപിൻ എൻ്റർ ചെയ്ത് നൽകുക. പ്ലീസ് കൺഫേം എംപിൻ എന്ന ഫീൽഡിൽ ഒന്നുകൂടി എംപിൻ എൻ്റർ ചെയ്ത് നൽകി ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ എംപിൻ മാറ്റാൻ സാധിക്കുന്നതാണ്. നിലവിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ഇവിടെ കാണാൻ സാധിക്കുന്നു. സർവേ, സർവീസ് എന്നിവ സംബന്ധിച്ച സ്ഥിതിവിവര കണക്കുകൾ ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കുന്നു. നിലവിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആശാ ബ്ലോക്കിലെ സർവേ വിവരങ്ങൾ ഹൗസസ്, മെമ്പേഴ്സ്, ഫാമിലി എന്നീ കാർഡുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഹൗസസ്, മെമ്പേഴ്സ്, ഫാമിലി എന്നീ സർവേകളുടെ അതാത് പേജുകളിലെ എല്ലാ ഫീൽഡുകളിലും ഡേറ്റ എൻട്രി നടത്തിയിട്ടുണ്ടെങ്കിൽ കംപ്ലീഷൻ സ്റ്റാറ്റസിൽ ഫുള്ളി എന്നും, മുഴുവൻ ഫീൽഡുകളിലും ഡേറ്റ എൻട്രി നടത്തിയിട്ടില്ല എങ്കിൽ കംപ്ലീഷൻ സ്റ്റാറ്റസിൽ പാർഷ്യലി എന്നും കണക്കാക്കപ്പെടുന്നു. ഈ വിവരങ്ങൾ കൗണ്ട് ഫോമാറ്റിലും ഗ്രാഫിക്കൽ ഡേറ്റയായും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈൻ മോഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ മെയിൻ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ സർവേ, IHIP, രജിസ്ട്രേഷൻ മുതലായ ടാബുകൾ ദൃശ്യമാകുന്നു.